പുലർച്ചെ 5:30 മണിയൊക്കെ ആയപ്പോൾ വെറുതെ കടയുടെ പുറത്തേക്കൊന്ന് ഇറങ്ങി നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. പുറത്തുള്ള ചൂടിന്റെ കാഠിന്യം കൂടുന്നതിനനുസരിച്ച് AC ഉള്ള ഷോപ്പുകളിലൊക്കെ ഇതേപോലെ ഗ്ലാസിന്റെ മുകളിൽ വെള്ളം കാണും. 2 മണിയായപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ റൂമിലേക്ക് വിട്ടു. റൂമിൽ പിന്നെ നേരെ പോയത് ഷാർജയിലേക്കാണ്. ഷാർജയിൽ നമ്മളെ പ്രിയപ്പെട്ട സുഹൃത്ത്, എല്ലാവരും അറിയുന്ന ഒരു പ്രമുഖനായിട്ടുള്ള ഒരാളുണ്ട്. ആളെ കാണാൻ പ്രത്യേകം പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല. ഇതാണ് നമ്മളെ പ്രിയപ്പെട്ട ഫവാസ്. ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടിട്ട് കുറച്ച് നാളുകളായിട്ടുള്ളെങ്കിലും നല്ല ബന്ധമാണ് ഞങ്ങൾ. അതിനുള്ള കാരണം നിഷ്കളങ്കനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഫവാസിനോട് യാത്ര പറഞ്ഞ് നേരെ ബസ് കയറാൻ വേണ്ടിയിട്ട് അവിടുന്ന് യാത്ര. ഇതാണ് ദുബായ്, ഇത് ഷാർജ. ഈ ഒരു മാറ്റമുള്ളൂ, ഈ ഒരു വേലിക്കെട്ടിന്റെ മാറ്റമാണ് 2 സ്റ്റേറ്റുകൾ തമ്മിൽ. ഇവിടുന്ന് നേരെ മുമ്പോട്ട് നോക്കിയാൽ കാണുന്നതാണ് ബസ് സ്റ്റോപ്പ്. അങ്ങനെ ദുബായിലേക്കുള്ള ബസ്. റൂമിൽ എത്തിയതും അടുത്ത പരിപാടി എന്താ വിചാരിച്ചാൽ 1.5 മാസമായിട്ട് ഈ കട്ടിലിന്റെ താഴെയായിരുന്നു ഞാൻ. താഴെ കിടന്ന ആള് ലീവ് കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി എന്തായാലും നമ്മളെ ബെഡ് എടുത്തിട്ട് മുകളിലേക്ക് ഇടണം. 1.5 മാസമാണെങ്കിൽ 1.5 മാസം താഴെ കിടക്കാൻ പറ്റിയല്ലോ എന്നുള്ള സമാധാനത്തിലാണ്. മുകളിൽ കിടക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ പെട്ടെന്ന് രാത്രി കാലിന്റെ മസിലൊക്കെ കയറി കഴിഞ്ഞാൽ വലിഞ്ഞ് താഴോട്ട് ഇറങ്ങൽ വലിയ. കൂടാതെ AC-ന്റെ തണുപ്പ് നേരെ നമ്മളെ തലക്കേക്ക് അടിക്കുക. അപ്പൊ ജലദോഷം വിട്ടുമാറിയ കാലം ഉണ്ടാവില്ല. ബെഡിട്ട് ബെഡ്ഷീറ്റ് വിരിച്ച് എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇനി അടുത്ത പരിപാടി അലക്കാൻ പോകണം. ഒരാഴ്ചത്തെ ഡ്രസ്സ് അലക്കാനിട്ടിട്ട് മേലോട്ട് നോക്കി നിന്നുള്ള പ്രശ്നം എന്താ? ഈ ഡ്രസ്സ് ആരെങ്കിലും എടുത്തിട്ട് തൊട്ടടുത്ത വാഷിംഗ് മെഷീന്റെ മുകളിൽ കയറ്റിയിടും. അതിന്റെ മുകളിൽ സോപ്പ് പൊടി ഉണ്ടെങ്കിൽ എടുത്ത് രണ്ടാമത് വൈകുന്നേരം 7 മണിയൊക്കെ ആയ സമയത്താണ് ഞാൻ അലക്കിയ ഡ്രസ്സ് ആറിയിടുന്നത്. 2 മണിക്കൂർ ഉണ്ടെങ്കിൽ ഉണങ്ങി കിട്ടും. അതാണ് ചൂട്.